സിഗരറ്റ് എന്ന് പറയുന്ന സാധനം, അതിൻ്റെ പുക പോലും ഇതിൻ്റെ ഒരു കഥാപാത്രമായി മാറി. അത് മമ്മൂക്ക കയ്യിൽ നിന്നിട്ടതാണോ, നിങ്ങളിങ്ങനെ ഒരു ത്രെഡുണ്ട്, സിഗരറ്റുണ്ട് എന്ന് മാത്രം പറഞ്ഞപ്പോൾ ബാക്കിയെല്ലാം മമ്മൂക്ക തന്നതാണ്? അത് നമ്മൾ എഴുത്തിൽ തന്നെ സിഗരറ്റിൻ്റെ പുകയും ഒരു കഥാപാത്രം പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പല സ്ഥലത്തും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളുമായിട്ട് കണക്ട് ചെയ്തും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സൂചകങ്ങളായിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പക്ഷേ സിഗരറ്റ് വലിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചെറിയ സംശയമുണ്ട്. പക്ഷേ ഇത് ഡീറ്റെയിലിംഗ് കിട്ടിക്കുമ്പോൾ അദ്ദേഹം അതിനകത്ത് ഓക്കെ ആയിരുന്നു ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ആദ്യത്തെ മൊമെന്റിൽ തന്നെ അദ്ദേഹം നൈസായിട്ടൊന്ന് റൗണ്ട് വിട്ടു. അപ്പൊ അത് മുന്നേ ഇത് ചെയ്തിട്ടുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ പല സിനിമ. അപ്പൊ ഇത് കിട്ടുമ്പോൾ ഇത് കൊള്ളാലോ പരിപാടി എന്ന് പറഞ്ഞ് ഒന്ന് സെറ്റായി. പിന്നെ അതിന്റെ ഒരു ഹൈലോട്ട് വരുന്നത് നമ്മുടെ സ്ക്രീൻ പ്ലേ തന്നെ നമുക്കറിയാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സമയത്ത് ഈ സാധനം ആണ് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കൈ ഉണ്ടാക്കിയ ഒരു സാധനം. ഒരു മൊമെന്റിൽ ഈ റൗണ്ട് ഒരു സീനിലെടുത്ത് അപ്പൊ അന്നേരം ആ സ്ഥാനത്ത് നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന നമ്മൾ പിന്നെ ആദ്യം സാറ് പുക വിടണം. സാറിന്റെ സാന്നിധ്യത്തിനെ നമ്മൾ അങ്ങനെയാണ് ആൾക്കാരിലോട്ട് കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം സാർ. അപ്പോൾ അവിടെ അങ്ങനെ പുക വിടാൻ അങ്ങനെ ലോജിക്കൊന്നും നോക്കണ്ട, സ്പേസിൽ അങ്ങനെ വിടാൻ പറ്റുമെന്ന് ചോദിക്കും. ആ സാർ ആ ലോജിക്കൊന്നും നോക്കണ്ട, പുക വിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ വട്ടം വിടട്ടെ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് അടിച്ചു മോനെ എന്നുള്ള ഒരു ഫീൽ അന്നേരം വന്നു.